വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോഴ് വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല, സഹായമാണ് എന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഔദാര്യമാണെന്ന് പച്ച മലയാളം. ക്ഷേമ പെൻഷനുകൾ 1980-കളിൽ സഖാവ് നായനാരുടെ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു വിഭാഗം എന്ന രീതിയിൽ കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ നൽകുമ്പോഴൊന്ന് പറഞ്ഞു. അന്ന് ഈ നായനാർ പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തുക്കുടി സാഹിബിന്, കലക്ടർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ പെൻഷനുണ്ട്. വയലിൽ പണിയെടുത്ത് 60-ാമത്തെ വയസ്സിൽ ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അവരുടെ സേവനത്തെ വിലമതിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്. അതാണെന്ന് നായനാർ പറഞ്ഞ പദം. അത് ഔദാര്യം കൊടുക്കലല്ല. അന്ന് കരുണാകരൻ പറഞ്ഞിരുന്നു അത് കൊടുക്കാൻ പാടില്ല, ഉൽപാദനക്ഷമമല്ല എന്ന് പറഞ്ഞപ്പോൾ കരുണാകരനോട് പറഞ്ഞത് ഈ 60 വയസ്സ് വരെ എല്ലാ അർത്ഥത്തിലും കഠിനാധ്വാനം ചെയ്ത് ഈ രാജ്യത്തെ പോറ്റുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്കെല്ലാമുള്ള അധികാരാവകാശം പോലെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ പെൻഷൻ കിട്ടുന്നത് പോലെ ആ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ളവർ തന്നെയാണ് കേരളത്തിലെ കർഷക തൊഴിലാളികൾ എന്ന്, അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചത്. ആ പെൻഷൻ്റെ അവകാശമല്ല, ആ പെൻഷൻ ഇപ്പോഴും ഔദാര്യം പോലെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്, സഹായം കൊടുക്കലാണ് എന്ന് കോടതിയിൽ ഈ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ വർഗ നിലപാട് എന്താണ് എന്ന് വ്യക്തമാണ്. അത് ഈ പാവപ്പെട്ട മനുഷ്യർക്കെതിരാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ഭരണം. സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം. നമ്മുടെ ഭൂമിയും വെള്ളവും കരയും എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഓരോന്നും. ഇതാണ് വൈറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ നിലപാടിനെതിരായി ശക്തിയായ രീതിയിലുള്ള സമരം പ്രക്ഷോഭം, ഇപ്പം പെൻഷൻ വീട്ടിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇന്നലെ ഉൾപ്പെടെ ശക്തിയായ സമരം പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. പല പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന 20-ാം തീയതിയും പ്രക്ഷോഭം നടക്കാൻ പോവുകയാണ്.